കൊച്ചിയിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം. വൈപ്പിനിലെ ഓട്ടോ ഡ്രൈവർ ജയയ്ക്കാണ് മർദ്ദനമേറ്റത്. സവാരിക്ക് വിളിച്ച 3 യുവാക്കളാണ് മർദ്ദിച്ചതെന്ന് ജയയുടെ സഹോദരി പറഞ്ഞു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ബസ്സിന് ഒരാൾ വടെ വന്ന് ഇറങ്ങിയിട്ട് ഈ കളമശ്ശേരിയിൽ ഒരു ഇല്ലത്തൊടി പമ്പിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്നിട്ട് കാണേണ്ട സ്ലാബിൽ വീണിട്ട് തല പൊട്ടി ഇങ്ങനെ ഇതായിട്ടുണ്ടപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഓട്ടം വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയത് ഒരാൾ കയറി. എന്നിട്ട് അവർ ദേവസ്വം നട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ 2 പേര് കൂടി കയറി. ഇവർ കുടിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയണത്. ഇരുട്ടുള്ള ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ അവിടെയാണ് വെച്ചേക്കണെന്ന് പറഞ്ഞപ്പോൾ അനീത്തിനെ വിളിച്ച് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അനീത്തി പറഞ്ഞ് നിങ്ങൾ പോയി നോക്ക്, ഞാൻ മെയിൻ റോഡിൽ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഒരുത്തന് ഓടി വന്ന് വായ പൊത്തി പിടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള 2 പേര് വന്ന് കുനിച്ച് നിർത്തി നല്ല ഇടിച്ചിട്ടുണ്ട്. ശരീരത്ത് തൊടാൻ പോലും പറ്റണില്ല. ഇപ്പം നട്ടെല്ലിന് പൊട്ടലുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ പക്കവാരിയിൽ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ലങ്സിൻ്റെ അവിടെ ഇപ്പോൾ ബ്ലഡ് ഇതായിട്ട് തുളച്ച് ഇങ്ങനെ ബ്ലഡ് പുറത്തേക്ക് തൊടാൻ പോലും പറ്റണില്ല ശരീരത്തിൽ. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, മർദ്ദനമേറ്റ ജയയുടെ സഹോദരിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇത്തരത്തിലൊരു മർദ്ദനമേൽക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു? ആര്യ, അത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു 3 യുവാക്കൾ ഇവരുടെ ഓട്ടോറിക്ഷ യാത്ര ചെയ്യാനായി വിളിക്കുകയും പിന്നീട് രാത്രി ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് ഇനി പുറത്തു വരേണ്ടത്. ഇവർ പറഞ്ഞതനുസരിച്ച് ഇവരുടെ സഹോദരി സംസാരിച്ചാണ് നമ്മൾ കേട്ടത്. അവർ പറഞ്ഞതനുസരിച്ച് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ വൈപ്പിനടുത്ത് പള്ളത്താങ്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഈ ഓട്ടോറിക്ഷ, ഈ ജയ ഓടിക്കുന്ന ഓട്ടോ ജയയെ വിളിച്ചത്. തങ്ങളുടെ ഒരു സുഹൃത്തിന് അപകടം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ പോകണം എന്ന് പറഞ്ഞ് ആദ്യം ഒരാൾ കയറുന്നു. ഈ യാത്ര പോകുന്നതിനിടെ ഇതിനിടയ്ക്ക് വെച്ച് ഈ പള്ളത്താങ്കുളങ്ങരയ്ക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും ഇടയിൽ വെച്ച് മറ്റു 2 പേർ കൂടി കയറുന്നു. അങ്ങനെ 3 പേർ കൂടി മെഡിക്കൽ കോളേജിലെത്തുന്നു. അവിടെ ഏതാണ്ട് അരമണിക്കൂർ കാത്തു നിൽക്കുന്നു. പിന്നീട് വീണ്ടും ഈ യുവാക്കൾ ഈ ഓട്ടോറിക്ഷയിൽ കയറി തിരികെ വരികയാണ്. അങ്ങനെ തിരികെ രാത്രി 10 മണിയോടെയാണ് ഈ കുഴിപ്പള്ളി ബീച്ചിന് സമീപം എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ ജയയെ ഇവർ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കേട്ടതുപോലെ തന്നെ ഈ ക്രൂരമർദ്ദനത്തിൽ അവരുടെ വാരിയലിനും നട്ടെല്ലിനുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കേറ്റ ജയ അവശനിലയിലായിരുന്നു. ഈ അവശനിലയിൽ നാട്ടുകാരാണ് ജയയെ കണ്ടെത്തിയത്. പിന്നീട് അവിടെ നിന്ന് ആദ്യം സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോഴും ചികിത്സയിൽ തുടരുകയുമാണ്. ഈ 3 യുവാക്കളും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ സഹോദരി പറയുന്നത്. ഇവർക്ക് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഞാറക്കൽ പോലീസിന് നൽകിയിട്ടുണ്ട്. ഞാറക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ 3 യുവാക്കളെ ഉടൻ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോഴും എന്തിനാണ് ഇവരെ ഇങ്ങനെ മർദ്ദിച്ചതെന്ന് സംബന്ധിച്ച കാര്യം അവ്യക്തമാണ്. ഏതാണ്ട് 15 വർഷമായി ഈ പള്ളത്താങ്കുളങ്ങരയിൽ ഓട്ടോറിക്ഷ ഓടിച്ചു വരികയാണ് ഈ ജയ. എന്തിനാണ് ജയയ്ക്ക് ആരെങ്കിലും മുൻവൈരാഗ്യമുള്ളതായോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുള്ളതായോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ് സഹോദരി അടക്കം ഉറപ്പിച്ചു പറയുന്നത്. പിന്നെ എന്തിന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ദുരൂഹമായി തുടരുന്നത്. അതിൻ്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശരി, KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.